ബിന്ദു പത്മനാഭൻ കൊലപാതക കേസിൽ CM സെബാസ്റ്റ്യൻ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ. ചേർത്തല 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് 7 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചത്. സെബാസ്റ്റ്യനുമായി അന്വേഷണ സംഘം അന്യ സംസ്ഥാനങ്ങളിലടക്കം തെളിവെടുപ്പ് നടത്തും. ചേർത്തല കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുകയാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. ഇതിനായി കസ്റ്റഡിയിലെടുത്ത പ്രതിയുമായി അന്യസംസ്ഥാനങ്ങളിലടക്കം തെളിവെടുപ്പ് നടത്തും. 2006 കാണാതായ ബിന്ദു ആ വർഷം തന്നെ കൊല്ലപ്പെട്ടു എന്നാണ് ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചത്. ഏറ്റുമാനൂരിലെ ജൈനമ്മ തിരോധാന കേസിൽ വിയ്യൂർ ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്നു സെബാസ്റ്റ്യൻ. കസ്റ്റഡി അപേക്ഷ ഇന്നലെ പരിഗണിക്കാനിരിക്കെ ജയിലിൽ നിന്നും സെബാസ്റ്റ്യനെ എത്തിക്കാൻ സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടായതിനെ തുടർന്ന് കേസ് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്നും കോട്ടയത്തെത്തിച്ച ശേഷമാണ് രാവിലെ 10:30 സെബാസ്റ്റ്യനെ ചേർത്തല കോടതിയിലെത്തിച്ചത്. തുടർന്ന് വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതി ഇയാളെ കസ്റ്റഡിയിൽ വിട്ടു. കാലിൽ മുറിവും മറ്റ് ശാരീരിക പ്രശ്നങ്ങളും മൂലമാണ് സെബാസ്റ്റ്യനെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ പാർപ്പിച്ചത്. ബിന്ദു പത്മനാഭന്റെ കൊലപാതകത്തിന് പുറമെ വാരനാട് സ്വദേശി ഐഷയുടെ തിരോധാനത്തിലും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തും. സെപ്റ്റംബർ 30 ചൊവ്വാഴ്ചയാണ് സെബാസ്റ്റ്യന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കുക. ഈ കാലയളവിൽ ബിന്ദുവിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്താനാണ് ക്രൈംബ്രാഞ്ചിന്റെ ശ്രമം. ന്യൂസ് മലയാളം, ആലപ്പുഴ.